ഉമീസേ, ഇത് പപ്പന്റെ കുട്ടിയല്ല, വേറെ ആളുടെ കുട്ടിയാണെന്ന്. ഓ, നിന്നെയൊക്കെ ഇത് ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. മുതലാളി, പപ്പന്റെ വീട്ടില്, അവന്റെ മുറിയില്, അവന്റെ തൊട്ടിലി കിടന്നുറങ്ങുന്ന കുട്ടിയല്ലേ പപ്പന്റെ കുട്ടി. വേണമെങ്കിൽ ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. നമുക്ക് ചോദിക്കാം. ആരോട്? കുഞ്ഞിനോട് തന്നെ ചോദിക്കാം. ആ പൊടിക്കുഞ്ഞിനോടോ? പൊടിക്കുഞ്ഞിനോടല്ല, അലിക്കുഞ്ഞിനോട്. അലിക്കുഞ്ഞാ വീട് കാണിച്ചു തന്നത്. അലിക്കുഞ്ഞ് വേണ്ട, ഒരുത്തരോടും ചോദിക്കണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മര്യാദയ്ക്ക് പപ്പന്റെ കുട്ടിയെ ഇവിടെ എത്തിച്ചോണം. ഇല്ലെങ്കിൽ നമ്പ്യാതിരി മഹാപേശക കൊന്നുകളെ നിന്നെ. മുതലാളി, ഈ ഉറുമി സാരാന്ന് യാതൊരു വിവരമില്ലേ? അയാളുടെ വീട് പൂട്ടിക്കിടക്കുന്ന സ്ഥിതിക്ക് പോലീസിൽ അറിയിക്കില്ലേ ബുദ്ധി? ആ ശരി ശരി, പറയുന്നതിൽ ഒന്നും തോന്നരുത്. എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടുമല്ല. കുഞ്ഞെവിടെയാണെന്ന് ഒന്ന് മഷിയിട്ട് നോക്കിക്കൂടെ? കുന്തം പോയാൽ കുടത്തിലും തിരയണമെന്നാണല്ലോ. ആ കുന്തം പോട്ടേന്ന് തന്നെ വെക്കും. ഇവിടെ ആരും എന്നെ തിരയണമെന്നും പോകുന്നില്ല. ആ കുഞ്ഞിന് തല അപകടത്തിലാ. കൂടി വന്ന അവരതിനെ കൊല്ലും. കൊല്ലട്ടെ. അല്ലേലും ഈ വീട്ടിൽ വളരേണ്ട കുഞ്ഞല്ലത്. കൊന്നാൽ അത്ര നന്നായി. അല്ലെങ്കിൽ നാക്ക് പിഴുതോ കണ്ണ് കുത്തിയോ വല്ല ഭിക്ഷയ്ക്ക് ഇരുത്തട്ടെ. വല്ല തെണ്ടിയുടെയും വീട്ടിൽ വളരേണ്ട കൊച്ച ഈ തറവാട്ടില്. ഈശ്വരാ, ഞാനതിനെ കൈകൊണ്ട് തൊട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിന് ഇത് തന്നെ വരണം. എന്നെ ചതിച്ച് സൂഹിച്ച് ജീവിക്കാൻ നോക്കിയതല്ലേ, അതിന് ഇത് തന്നെ വരണം. നമ്മുടെ കുഞ്ഞ് ആ മൂതയിലേക്ക് പ്രാന്തളയിരിക്ക. അവളെ ചങ്ങലക്കിട്, അല്ലെങ്കിൽ തോക്കെടുത്ത് ചുട്ട് കൊല്ല്. കൊല്ലേണ്ടത് അവളെയല്ലടി, നിന്നെയാണ്. അച്ഛൻ ഇത് കണ്ടില്ലേ? അച്ഛൻ നോക്കി നിൽക്കുമ്പോ ഈ ദുഷ്ടൻ എന്നെ തല്ലിയത് കണ്ടില്ലേ? ഉണ്ണിത്താനെ, ഇപ്പോഴാണ്ടോ താൻ ആണായത്, എന്റെ മരുമകനായത്. ഇത്രയും കാലം ഞാൻ സഹിച്ചതാ, ക്ഷമിച്ചതാ. ഈ വീട് സമാധാനം കിട്ടാൻ വേണ്ടി മാത്രം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ. അംബികയും ബാലുവും തെറ്റുകാരല്ല. അറിയാതാണെങ്കിലും ഞാനാണ് തെറ്റുകാരൻ. ആശുപത്രിയിൽ വെച്ച് ബാലുവിന്റെ കയ്യിലെ ആൺകുഞ്ഞിനെ കണ്ടപ്പോ കുട്ടി ആരുടേതാണെന്ന് പോലും ചോദിക്കാതെ അതിനെയും കൊണ്ട് നിന്റെ അടുത്തേക്ക് ഓടി വന്നത് ഞാനാണ്. അതുകൊണ്ടാണ് ഈ പുല്ലേ നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. എടീ, ഈ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണടി ഈ വീടിന്റെ ഐശ്വര്യം. പെണ്ണാണെന്നും പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ ഒരു വട്ടം തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത നീ മനുഷ്യ സ്ത്രീയല്ല, പിശാചാണടി, പിശാചി.
അലിക്കുഞ്ഞെ, ഓ ഇത് തന്നെയല്ലേ പപ്പന്റെ വീട്? ആ അതെ. ഇനി വീട് മാറിപ്പോയി കുട്ടി മാറിപ്പോയി എന്നൊന്നും പറയില്ലല്ലോ. ഹേ ഹേ. വാ വാ. കുഞ്ഞിന്റെ കരച്ചിൽ. ഛേ, പതുക്കെ. ശരിയാ, പപ്പന്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടല്ലോ. അത് പപ്പന്റെ കൂട്ടുകാരന്റെ വീടാ. ഇനി അതായിരിക്കും പപ്പന്റെ കുട്ടി. ശരിയാ, നമ്മൾ ഇനിയും ഇവിടെ വരുമെന്ന് അവനറിയാം. അവരെ നമ്മളെ പറ്റിക്കാൻ പിന്നെ കുട്ടിയെ മാറ്റി കാണൂ. ഉറുമീസിനെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. എടുക്ക്, കത്തി എടുക്കാൻ. വാ. ഇതെന്താണോ ഉറുമീസ് ഈ കാണിച്ചിരിക്കുന്നത്? ഇത്രയും പിള്ളേരോ? അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന്. അതാണ് ഉറുമീസ്. ആ പ്രദേശത്ത് ഇത്രേ ഉള്ളായിരുന്നോ? വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, നാരായണൻ കുട്ടി. ആ കുട്ടിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അലിക്കുഞ്ഞെ, അവന്റെ കെട്ടഴിക്ക്. ശബ്ദിച്ചു പോകരുത്, കൊന്നുകളയും. പറയടാ, പപ്പന്റെ കുട്ടി ഏതാ? തൊട്ടിലുണ്ട്. അത് മനസ്സിലായി. തൊട്ടിലീ കിടക്കുന്നതിലേതാന്നാ ചോദിച്ചത്. ഞാൻ കാണിച്ചില്ല. ഇതാ. ഇത് തന്നെയാണല്ലോ. തെറ്റിച്ച് കാണിച്ചാൽ കൊത്തി നുറുക്കിക്കളയാൻ. എന്നതേ ഇതാ. കള്ളം പറയുന്നോടാ. ഏതാണ് പപ്പന്റെ കുട്ടി? സത്യമായിട്ടും ഇതാ. അപ്പൊ ആദ്യം കാണിച്ചതോ? ഇതാ ശരി. എന്നെ തല്ലരുത്. ഇതാ പപ്പ സാറിന്റെ കുട്ടി. എന്താണോ ഉറുമീസ് ഇത്? മുതലാളി സമാധാനമായിട്ടിരിക്കുക. ഇവനല്ല, ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. കൗസല്യ, നീ ഇങ്ങനെ നടന്ന് കരയാതെ. കുഞ്ഞിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നമ്മുടെ വീട്ടില് സമാധാനമായിട്ട് കഴിഞ്ഞ പോരായിരുന്നു. 50 ലക്ഷം ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടല്ലേ ഇതൊക്കെ. ഈ നശിച്ച വീട്ടിലേക്ക് മരുന്നില്ലെന്ന് എത്രോട്ടം പറഞ്ഞതാ. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു കാലത്ത് സമാധാനം കിട്ടാൻ പോണില്ല. മര്യാദയ്ക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നോണോ? ഇല്ലെങ്കിൽ നീ എന്നെ കൊണ്ട് കൊന്നോ? അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? പോലീസിൽ അറിയിക്കാന്ന് വെച്ചാ ആരും സമ്മതിക്കുന്നില്ല. അന്വേഷിച്ചു പോയ ബാലുവിനെ കാണുന്നുമില്ല. ബാലു, എന്തെങ്കിലും വിവരം കിട്ടിയോടാ? നീ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നാൽ എങ്ങനെ? അന്വേഷിച്ചു പോയിട്ട് എന്തായടാ? ഒന്നും ആയില്ല. ഞാനിനി അന്വേഷിക്കാനും പോകുന്നില്ല. നീ എന്താ ബാലു ഈ പറയുന്നത്? കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി കൊല്ലട്ടെ. ഇനി ഉണ്ടല്ലോ ഇവിടെ കുറെ എണ്ണം. കൊല്ലട്ടെ എല്ലാത്തിനും. പെൺകുട്ടികളെ കൊന്നൊടുക്കി അവിടെ എല്ലാവർക്കും തൃപ്തിയാവുമല്ലോ. ആണിനെ പെണ്ണിനെയൊക്കെ തരുന്നത് ഈശ്വരന്. അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. അതിന് കഴിയാത്തവർക്ക് എന്തിനാ കുട്ടികള്? ബാലു, ഇതൊക്കെ പറയാനുള്ള സമയമല്ലേ ഇത്? നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള വഴി നോക്കാം. നിങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ ചെയ്തോ. ഞാനില്ല ഒന്നിനും. എന്നെ കൊണ്ട് വയ്യ. നിനക്ക് വയ്യല്ലേ? നീ കാരണമായല്ല, നീ ഒരുത്തൻ കാരണം ഇതൊക്കെ ഉണ്ടായത്. ഞാനല്ല, നമ്മുടെ അമ്മ ഏതൊക്കെ കാരണക്കാരി. അവരൊരുത്തി കാരണം എങ്ങനെയൊക്കെ ഉണ്ടായത്. എനിക്ക് ഈ നാടകം കളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് എന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് പോവാം. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ജീവിക്കാം. അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നത് എനിക്ക് എന്റെ അമ്മയെ പിരിയാൻ വയ്യാഞ്ഞിട്ടാ. സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞാനിതൊക്കെ ചെയ്തത്. എന്റെ അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ എന്റെ ഭാര്യയെ സ്നേഹിക്കണം ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാ. അല്ലാതെ 50 ലക്ഷം കാറുമൊന്നും എനിക്ക് വേണ്ട. വീരപ്പന്റെ കഥ ഇറങ്ങിയോ? നാശം. ഇതിലും ഭേദം ആ റിപ്പോർട്ട് അങ്ങ് പ്രസിദ്ധീകരിക്കാൻ വിടുന്നതാ. എടാ, പപ്പന്റെ കുട്ടി മാത്രം മതി ഇവിടെ. ബാക്കി എല്ലാത്തിനും കളഞ്ഞേക്ക്. ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം. അതാണ് ഉർമീസ്. അല്ല, പപ്പന്റെ കുട്ടി ഇതിലേതാന്ന് ഇനിയും പിടികിട്ടിയില്ല. അതിനൊരു വഴിയുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. നമുക്ക് ആ കുട്ടിയെ തുറന്നു വിടാം. ഏത് കുട്ടിയെ? പപ്പന്റെ കുട്ടിയെ? അല്ല, നാരായണൻ കുട്ടിയെ. എന്നിട്ട് അവൻ വീട്ടിൽ ചെന്ന് കുട്ടികളുടെ തന്തമാരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് രഹസ്യമായിട്ട് ഒളിച്ചിരിക്കാം. അവരവരുടെ കുട്ടിയെ അവരവർ വന്നെടുക്കും. അപ്പോ പപ്പന്റെ കുട്ടിയെ നമുക്ക് തിരിച്ചറിയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അതാണ് ഉർമീസ്. എടാ പൊട്ടാ, അവര് പോലീസിൽ വിവരം അറിയിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ അറിയിക്കും പോലീസിൽ. എന്ത്?
അവര് പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നമ്മൾ ആദ്യമേ അറിയിക്കും. അല്ലെങ്കിൽ അത് വേണ്ട, പോലീസുകാർ ചിലപ്പോ കുഴപ്പമുണ്ടാക്കും. അണ്ണാ, ബാലു അണ്ണാ, ശ്രീധരൻ അണ്ണാ, ദിനേശ് അണ്ണാ. മുതലാളി അവര് വരുന്നുണ്ട്. ആ നാരായണൻകുട്ടി എല്ലാരും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പോലീസിൽ അറിയിക്കാനൊന്നും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അവന്മാര് നേരിട്ട് തന്നെ വരും. ഇനി എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നമുക്ക് ഒളിച്ചിരിക്കാം. അതായത് അവർ വരുന്നു, കുട്ടികളെ എടുക്കുന്നു. പപ്പൻ എന്തായാലും സ്വന്തം കുട്ടിയല്ലേ എടുക്കൂ. അപ്പൊ നമ്മൾ അവരെ പിടികൂടുന്നു. വാ. ഇതെന്താണ് പത്മവ്യൂഹമോ? ഇത് പത്മവ്യൂഹമാണെങ്കിലേ ഞാൻ അഭിമന്യുവാ. അഭിമന്യു പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് ചത്ത ആളല്ലേ? അത് പണ്ട്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി പൊയ്ക്കൊള്ളൂ. ഞങ്ങൾക്ക് ആവശ്യം ഇവനെയാണ്. ഇവനെയും കുട്ടിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ എല്ലാവരുടെ ജീവനും അപകടത്തിലാവും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത്. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. നിന്റെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തി ഈ ഉറുമീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലടാ. മുതലാളി, ദേ ഇവന്റെ കയ്യിലിരിക്കുന്ന കുട്ടിയാണ് ഇവന്റെ കുട്ടി. കുട്ടിയെ വാങ്ങിച്ചോളൂ. അങ്ങോട്ട് കൊടുക്കണം. എടാ, ബഹളം ഒന്നും വെക്കണ്ട. കുഞ്ഞിനെ അവൻ തന്നോളും. അയ്യൊന്ന് പൊയ്ക്കോ. എടാ ഉറുമീസേ, ഇത് കുട്ടിയല്ല, ബൊമ്മയാണ്. വിടരുന്നവരെ പിടിക്കടാ. ഉറുമീസിനെ പിടിക്കാൻ നോക്കിയേ. തനിക്കറിയില്ല, കൊന്നുകളഞ്ഞ അതേ പട്ടാള വരളാം പുള്ളി. അപ്പം പിടിച്ചോ, ഞാൻ ഇരിക്കാം. ഇടിച്ച് നിർത്തിക്കോ. തോക്കുന്ന ജീവനാ. സാറിനെ തല്ലരുത്. നിങ്ങൾക്ക് വേണ്ടത് പപ്പന്റെ കുട്ടിയല്ലേ? ഇതാ എടുത്തോ. വീണ്ടും പറ്റിച്ച ഇതാണോടാ പട്ടി കുട്ടി? അയ്യോ അയ്യോ അയ്യോ, എന്നെ എടുക്കരുത്. ഞാൻ നടന്നോളാം. അയ്യോ അപ്പം അയ്യോ അണ്ണോ പയ്യണ്ണ കൊച്ചണ്ണ. അയ്യോ അപ്പോ അയ്യോ.
നിർത്ത്. ഇതാ പപ്പന്റെ കുട്ടി. നിന്റെ അപ്പന്റെ കുട്ടി ഓടാ. അയ്യോ അച്ഛാ, വെടിവെക്കച്ചാ. സമയമായിട്ടില്ല, ഇടിച്ച് നിരത്ത്. അവൻ ഇങ്ങോട്ട് പോയി. അയ്യാ. നിന്റെ ഉറുമീസ എന്നെ അടിച്ചു കൂടാ ഉറുമീസ ഇല്ല, സമയമായിട്ടില്ല. ഇവൻ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. മക്കളെ കരയാതെ നമുക്ക് ഇപ്പൊ വീട്ടിൽ പോവാം. ഇല്ല, ഇതിലാകെ ഒരു ഉണ്ടേ ഉള്ളൂ. അത് ഞാൻ 1972 മുതൽ കാത്തു സൂക്ഷിക്കുന്ന ഉണ്ടയാ. ആ ഉണ്ട ഈ തെണ്ടിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇവര് പാർട്ടി